പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള നിലക്കായിരുന്നു അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയത്. അതൊരു കവിയുടെ പ്രകൃതിയോടുള്ള ഒരു അഭിനിവേശമായി മാത്രം കാണാതെ, അല്ലെങ്കിൽ അത് കാണാതെ അദ്ദേഹത്തെ കൂട്ടമായിട്ട് ആക്രമിക്കാനാണ് ഇവിടെ മുതിർന്നത്. ആ സമയത്തും അദ്ദേഹം മിണ്ടാതിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിനെതിരായിട്ട് കൊട്ടേഷൻ വരും. എനിക്കൊക്കെ കൊട്ടേഷൻ വന്നിട്ടുള്ളതിൽ അങ്ങനെയുള്ള കാര്യത്തിനല്ല. എനിക്കും ഈ സൈബർ ഗുണ്ടാ സംഘങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എനിക്ക് നേരെ വളരെ ഭീകരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ഈ കുഴിമന്തി എന്നുള്ള വാക്ക് നിരോധിക്കണം എന്ന് ഞാൻ പറഞ്ഞ കാരണമാണ്. അത് വായിച്ചത് ആവട്ടെ കുഴിമന്തി നിരോധിക്കണം എന്നാണ്. അപ്പൊ വായന ശരിക്കില്ലാത്ത ആൾക്കാരാണ് ഈ അധികം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നത്. അപ്പൊ കുഴിമന്തി എന്ന് പറയുന്ന വാക്ക് ഒരു ചൊവ്വില്ലാത്ത വാക്ക്, അത് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണത്തിന് പറ്റിയ പേരല്ല. അതുകൊണ്ട് അത് നിരോധിച്ച് വേറെ എന്തെങ്കിലും ഒരു നല്ല പേരിടുക എന്നുള്ളതാണ്. ചില സ്ഥലത്ത് കുഴിമന്തി എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോഴൊരു ചൊവ്വില്ല. ആ ഒരു ഇതിലാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ പിന്നെ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ സവർണ ഫാസിസ്റ്റായി, ഹിന്ദു വർഗീയവാദിയായി, ഇസ്ലാമിനെതിരായിട്ടുള്ള ആളായി, ഇസ്ലാമിക ഭക്ഷണം നിരോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എൻ്റെ തൈരിന് എന്തെന്നാടാ പറയാ, എൻ്റെ സാമ്പാറിന് എന്തെന്നാ പറയേണ്ടത്, അങ്ങനെ ഭയങ്കര യുദ്ധമായി. അപ്പൊ അത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും റഫീഖ് അഹമ്മദിനെ നിരന്തരമായിട്ട് വേട്ടയാടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സമയത്ത് പത്മപ്രഭ പുരസ്കാരം പോലുള്ള ഒരു